ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഈ നിമിഷം മുതൽ ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അന്നത്തെ ദിവസം സന്തോഷകരമായിട്ടിരിക്കാൻ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. രാവിലെ എണീച്ച് ഞാൻ കുളിച്ച് കുറിയൊക്കെ തൊട്ട് വിളക്കൊക്കെ കത്തിച്ച് നല്ലൊരു സന്തോഷവതിയായിട്ടായിരിക്കുന്നത്. എൻ്റെ മുഖത്തെ ചിരി കണ്ടില്ലേ നിങ്ങൾ? നമ്മൾ എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ജീവിക്കുന്നത്. അല്ല, നേരം വെളുത്ത് ഇങ്ങോട്ട് എണീച്ച് വരുമ്പോഴേ കരഞ്ഞ് വിളിച്ച് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചാണോ വരുന്നത്? അല്ല, നമ്മുടെ ഓരോ ദിവസവും നമ്മൾ എങ്ങനെ സന്തോഷകരമാക്കാം എന്നുള്ള ആ ഒരു ചിന്തയിൽ കൂടിയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു വരുന്നത്. നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ എണീക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഈശ്വരനോട് നന്ദി പറഞ്ഞിട്ട് നമുക്ക് മെഡിറ്റേഷൻ തുടങ്ങാം. നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാം. അപ്പം കയ്യ് ചിന്മുദ്ര പിടിച്ച് മടിയിൽ വിശ്രമിക്കാനിരിക്കുക. ഞാൻ ഇപ്പോൾ കസേരയിലാണ് ഇരിക്കുന്നത്, സെറ്റിയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ സൗകര്യപ്രദമായ രീതിയിൽ ഇരുന്ന് നമുക്ക് 2-3 പ്രാവശ്യം ചെയ്യാം, 3 പ്രാവശ്യം ചെയ്യാം. ബാക്കി നിങ്ങൾ നേരത്തെ മുൻപ് വീഴിയിട്ടുണ്ടല്ലോ, അതുപോലെ നിങ്ങളങ്ങ് ചെയ്താൽ മതി. നമുക്ക് സന്തോഷം കിട്ടാൻ, നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എന്ത് വന്നാലും നമുക്ക് അതിനെ തരണം ചെയ്യാനുള്ളൊരു കഴിവ് വേണം. അതിന് നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ആവട്ടെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും ഇങ്ങനെ രാവിലെ തുടങ്ങുക. ഓക്കെ? സന്തോഷം കിട്ടണമെങ്കിൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, തുടങ്ങാം. ശ്വാസം ഉള്ളിൽ നിന്നും നമ്മൾ വലിച്ചെടുക്കുക. സ്റ്റാർട്ട്. ബ്രീത്ത് ഇൻ. ഹോൾഡ് ചെയ്ത് വെക്കുക. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. ഹോൾഡ് ചെയ്ത് വെക്കുക. ബ്രീത്ത് ഔട്ട്. വിത്തിൻ. ബ്രീത്ത് ഔട്ട്. നട്ടെല്ലാം നിവർന്നിരിക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴെപ്പോഴും ആവർത്തിക്കാതിരിക്കുന്നത്. അപ്പം നട്ടെല്ലാം നിവർന്ന് ചിന്മുദ്ര പിടിച്ച് മുട്ടിന്മേൽ നമ്മുടെ കൈകൾ വിശ്രമിക്കട്ടെ. അങ്ങനെ ഒരു 11 തവണ രാവിലെ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈശ്വരനോട് നന്ദി പറയണം. ഭഗവാനേ, എനിക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിച്ചതിന് അങ്ങയോട് ഒരുപാട് നന്ദി. രാവിലെ ആയുസ്സും ആരോഗ്യം തന്ന് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നതിന് അങ്ങയോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് നല്ലൊരു അച്ഛനെയും അമ്മയും തന്നതിന് പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. എനിക്ക് നല്ല മക്കളെ തന്നതിന് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷകരമാക്കി തന്നതിന് ഞാൻ ഭഗവാനെ അങ്ങയോട് നന്ദി പറയുന്നു. എൻ്റെ ഈശ്വര, അങ്ങയോടൊപ്പം എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ അവസരം തന്നതിന് ഒരുപാട് നന്ദി. എനിക്ക് ഒരുപാട് കാലം ഈ പ്രപഞ്ചത്തിൽ എനിക്ക് സന്തോഷകരമായി ജീവിക്കാൻ നീ അനുഗ്രഹം തന്നതിന് നന്ദി. ഇന്ന് എനിക്ക് നീ നൽകുന്ന ഭക്ഷണത്തിനെല്ലാം നന്ദി. ഇങ്ങനെ രാവിലെ എണ്ണിച്ച് നമ്മുടെ ആരോഗ്യത്തിന് പറയണം. ദൈവമേ, എനിക്ക് ഇത്രയും ആയുസ്സും ആരോഗ്യവും തന്നതിന് നിന്നോട് നന്ദി പറയുന്നു. ഈ പ്രപഞ്ചത്തെ കാണുവാനും കേൾക്കുവാനും അറിയുവാനും ഇത്രയും ജ്ഞാനം എനിക്ക് തന്നതിനും ഭഗവാനെ എനിക്ക് അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങനെ നമ്മൾ കുറേ നന്ദികൾ, അപ്പം തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാകും. ഈ മെഡിറ്റേഷനും ചെയ്ത് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കും. നിങ്ങൾ നോക്കാം, എൻ്റെ മുഖത്തെ ചിരി കണ്ടോ? നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മുടെ മുഖത്ത് ചിരി ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ മൂഡ് ഓഫ് ആയിട്ടേ ഇരിക്കത്തുള്ളൂ. അതിനുശേഷം ഞാൻ
നമ്മൾ സമസ്ത അപരാധങ്ങളും പറഞ്ഞ് ദൈവത്തോട് ഭഗവാനെ ഞാൻ അറിഞ്ഞും അറിയാതെയും ഇന്ന് ഈ നിമിഷം വരെ ചെയ്തു പോയ എല്ലാ അപരാധങ്ങൾക്കും അങ്ങ് മാപ്പ് നൽകണം. ഇന്നത്തെ ദിവസം ഞാൻ സൗഭാഗ്യവതിയായിരിക്കണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായിട്ടും ഭംഗിയായിട്ടും എനിക്ക് ചെയ്യാൻ സാധിക്കണം. അതിനുള്ള അനുഗ്രഹം അങ്ങ് എനിക്ക് തരണം. ഞാൻ തുടങ്ങുന്ന എൻ്റെ എല്ലാ കാര്യങ്ങളും അതെല്ലാം വിജയത്തിലെത്താൻ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണം. എല്ലാ ഈശ്വരനോട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കണം. രാവിലെ ഒന്ന് കുളിക്കണം. കുളിക്കുമ്പം തന്നെ നമുക്ക് പോസിറ്റീവ് എനർജി ആകും. നമ്മൾ രാവിലെ എണീച്ച് മെഡിറ്റേഷനും ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ പോസിറ്റീവ് എനർജി കിട്ടും. നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജികളെല്ലാം മാറി നമുക്ക് പോസിറ്റീവ് ആകാനുള്ള ഒരു വഴിയാണ് ഈ മെഡിറ്റേഷൻ ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ സുജ. അതിൻ്റെ കൂടെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണേ. ഞാൻ സുജ. എൻ്റെ മുൻപുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കാണണം. ഓക്കെ. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും 2 മാസം ആകുന്നതേ ഉള്ളൂ. ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഇവിടെ വരെ എത്തിച്ച എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി. ഞാൻ എല്ലാ ദിവസവും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നന്ദി പറയാറുണ്ട്. ഒരുപാട് നന്ദി. നമ്മൾ നന്ദി പറയുന്നതിന് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തരും. ഏതൊരു കാര്യത്തിനാണെങ്കിലും ഇപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങി നിനച്ചിരിക്കാതെ ഞാൻ തുടങ്ങിയതാണെങ്കിലും കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ എവിടെയൊക്കെയോ ഇരിക്കുന്ന ആരൊക്കെയോ എനിക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഞാൻ അവർക്കെല്ലാം ഓരോ നിമിഷവും നന്ദി പറയും. ഫോൺ എടുത്ത് രാവിലെ നോക്കി എനിക്ക് ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നലെ വൈകിട്ട് എനിക്ക് ഒരു വീഡിയോ ഞാൻ ചെയ്തു. പക്ഷെങ്കിൽ അത് ഭയങ്കര സൗണ്ടോ എന്തൊക്കെയോ എനിക്ക് തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തന്നെയല്ല, രാവിലെ എനിക്ക് വീഡിയോ ചെയ്യാനൊരു മൂഡ് വന്നു. മറ്റേ വൈകിട്ടാണ് ഇന്നും ചെയ്യുന്നത്. അപ്പോഴേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പണമുണ്ടാക്കാനുള്ള ഒരു 5 അഫർമേഷൻ പറഞ്ഞുതരാം. ഇത് ഞാൻ നിങ്ങളെപ്പോലെ വീട്ടിൽ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത്, ഇപ്പോഴും ജോലി കിട്ടുന്നതല്ല, വീട്ടിൽ ഇരുന്ന് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. പൈസയൊന്നും കയ്യിലില്ലാത്ത സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു. ഒരു അമ്പലത്തിൽ പോകണമെങ്കിൽ ചേട്ടനോട് കൈ നീട്ടണം, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പിരിവോ അങ്ങനെ എന്തെങ്കിലും ഉടനെ ചേട്ടാ എൻ്റെ കാണത്തില്ല, ചേട്ടൻ വരട്ടെന്ന് പറഞ്ഞു വിടും. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഫോണിലൊന്ന് റീചാർജ് ചെയ്യണം. അപ്പോഴെല്ലാം ഞാൻ കൈ നീട്ടണം മുന്നിൽ. അപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം എപ്പോഴും ഇങ്ങനെ ചോദിക്കുമ്പോൾ. അങ്ങനെ ഞാനിങ്ങനെ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ട് ഇങ്ങനെ ചില ഇതൊക്കെ ഇതൊന്നും ചുമ്മാ നടക്കത്തൊന്നുമില്ല, ചുമ്മാ എന്തോ തന്നെ ഇതൊക്കെ കാണുന്നത്, വേറെ പണിയൊന്നും ഇല്ലയോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് നിങ്ങളെപ്പോലെ വന്നിട്ടുണ്ട്. എന്തായാലും എങ്ങനെയെങ്കിലും ആയിപ്പോട്ടെ, വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം, എന്തെങ്കിലും പ്രയോജനം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഒരു വീഡിയോ കണ്ട്. അതിനകത്തിൽ 5 അഫർമേഷൻ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ വെറും 0 ആയിരുന്നു. വർഷങ്ങളായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രവാസിയായിരുന്നു. പക്ഷേ അദ്ദേഹം എനിക്ക് അന്നൊക്കെ പണം അയക്കുന്നത് വെസ്റ്റേൺ യൂണിയൻ അങ്ങനെ ആയിരുന്നു. അപ്പോൾ എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ എനിക്കൊന്നും വരാറില്ല. അപ്പോൾ എൻ്റെ അക്കൗണ്ട് വർഷങ്ങളായിട്ട് 0 ആയിട്ട് കിടക്കും. എനിക്കതൊരു ഭയങ്കര വിഷമമായിരുന്നു. ഇവിടെ നമുക്ക് വരുമാനമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഞാൻ ഈ മണി അഫർമേഷനൊക്കെ പറഞ്ഞ് തുടങ്ങി. ഇതുപോലെ ഇങ്ങനെ മെഡിറ്റേഷന്, യോഗ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാന്ന് പറഞ്ഞാൽ. ആദ്യമൊക്കെ ഞാനും വിചാരിച്ചത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ എന്തോ കിട്ടാനാ, മനുഷ്യന് വേറെ പണിയൊന്നുമില്ല, ചുമ്മാ ഓരോ വീഡിയോ ഉണ്ടാക്കിയിട്ടേക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ യോഗ പഠിക്കുമ്പോഴും ഒക്കെ ടീച്ചേഴ്സൊക്കെ പറയും നിങ്ങൾ എപ്പോഴും നന്ദി പറയണം. അന്നേരമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ഓരോന്നാ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ 5 അഫർമേഷൻ ഞാൻ പ്രാക്ടീസ് ചെയ്തു, മുടങ്ങാതങ്ങ് ചെയ്തു. എപ്പോഴും എനിക്ക് പറയണമെന്ന് തോന്നുമ്പോഴെല്ലാം ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ഈ അഫർമേഷൻ പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക്
പൈസ വരാനുള്ള മാർഗം ദൈവം തെളിയിച്ചു തന്നതും എനിക്ക് ഇന്ന് വരെ അതിന് ശേഷം എൻ്റെ അക്കൗണ്ട് ഇന്ന് വരെ കാലിയായിട്ടില്ല. എന്നും എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്. അപ്പം ഞാൻ ഈ 5 അഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. 1 മാസം മുടങ്ങാതെ ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ ജോലി ഇല്ലാതെ ഇരിക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അത് കഴിയുമ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ദൈവം ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ തന്നെ നമുക്ക് ഓരോന്ന് വഴി തെളിയിച്ച് തരും. ഓരോ വീട്ടിൽ ഇരുന്ന് ഓരോന്ന് ചെയ്യണം, നമുക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ നമുക്ക് മനസ്സിൽ തോന്നി നമ്മൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. നമുക്ക് പൈസ വരാനുള്ള മാർഗ്ഗം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പം ഞാൻ ഈ മണി അഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങളൊരു ബുക്കും പേനയും എടുത്ത് ഇതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഒന്ന് വിശ്വാസപൂർവ്വം നിങ്ങളൊരു 1 മാസം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ. ഒരെണ്ണം തന്നെ ഒരു 5 തവണ പറയണം. അങ്ങനെ 5 അഫർമേഷൻ ഉണ്ട്. പറഞ്ഞു തരട്ടെ. അപ്പോൾ ഒന്നാമത്തേത്, ഐ അട്രാക്റ്റ് മണി എവരിഡേ. എഴുതി വെക്ക. ഐ അട്രാക്റ്റ് മണി എവരിഡേ. അപ്പോൾ 5 പ്രാവശ്യം ഇത് പറയണം. അടുത്തത് രണ്ടാമത്തേത്, ഐ ആം റിച്ച്. കണ്ണാടി വെച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ നോക്കുന്നത്. ഐ ആം റിച്ച്. അതും 5 പ്രാവശ്യം പറയുക. ഐ ആം റിച്ച്, 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 ഇങ്ങനെ 5 പ്രാവശ്യം പറയുക. അതിനുശേഷം ഐ ആം എ മണി മാഗ്നറ്റ്. മൂന്നാമത്തെ ഐ ആം എ മണി മാഗ്നറ്റ്. എഴുതി വെക്കണേ. ഐ ആം എ മണി മാഗ്നറ്റ്. അതും 5 പ്രാവശ്യം. അതിനുശേഷം മണി, നാലാമത്തെ, മണി ഫ്ലോസ് ടു മീ ഫ്രീലി, ജോയിയസ്ലി ആൻഡ് എൻഡ്ലെസ്ലി. അതും 5 പ്രാവശ്യം പറയുക. ഒന്നുകൂടെ പറയാം. മണി ഫ്ലോസ് ടു മീ ഫ്രീയസ്ലി, ജോയിയസ്ലി ആൻഡ് എൻഡ്ലെസ്ലി. അടുത്തത് അഞ്ചാമത്തെ, മൈ ബാങ്ക് ബാലൻസ് ഈസ് ഇൻക്രീസിങ് എവരി ഡേ. മൈ ബാങ്ക് ബാലൻസ് ഈസ് ഇൻക്രീസിങ് എവരി ഡേ. ഉറപ്പായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഏത് രീതിയിലെങ്കിലും വന്നിരിക്കും. ആരെങ്കിലും തരാനുള്ള പൈസ നമുക്ക് കിട്ടിയിരിക്കും. നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാന മാർഗം നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ തന്നെ അതിനുവേണ്ടി പ്രയത്നിക്കും. നമുക്ക് കിട്ടിയിരിക്കും. അത് സക്സസ് ആവുകയും ചെയ്യും. ഓക്കെ, ഞാനിത് ഈ അഫർമേഷനൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിന് ശേഷമാണ് പിന്നെ മെഡിറ്റേഷൻ, യോഗ, ഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കര പവറാണ്. ഇത്രയും. അപ്പം നമുക്ക് ആരെങ്കിലും 10 രൂപ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് നന്ദി പറയുക. ആരെപ്പോൾ എന്തോ തന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നന്ദി പറയുക. നന്ദി പറയുന്നതിന് പറയാൻ നമുക്ക് കൂടുതൽ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനുള്ള അനുഗ്രഹം നമുക്ക് ദൈവം ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ നിങ്ങൾ കാണണം. അപ്പോൾ ഞാനും പണ്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. നന്ദി പറഞ്ഞാൽ എവിടെ നിന്ന് പണം കിട്ടാനാ, അല്ലെ ഈ 4-5 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് ഇവിടെ വീട്ടിൽ എല്ലാവരും കളിയാക്കുമായിരുന്നു. മോൻ കളിയാക്കുമായിരുന്നു, അച്ഛൻ കളിയാക്കുമായിരുന്നു. എനിക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഇപ്പോൾ ഞാൻ ഓരോന്ന് ചെയ്ത് എനിക്ക് 10 രൂപയുടെ വരുമാനം കിട്ടിക്കഴിഞ്ഞപ്പം അവർക്കൊരു വിശ്വാസമുണ്ട്. ഇവളിത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർക്ക് അതിൽ നിന്നും ഒരു നേട്ടമുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ 10 രൂപ എടുക്കാനുള്ള വഴി എൻ്റെ ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാനിത് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവുകയുള്ളൂ. അത് എപ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ട് ആ സമയത്തെല്ലാം നമ്മുടെ മുഖത്ത് ആ പുഞ്ചിരി കണ്ടിരിക്കും. അത് നമുക്ക് ഒരു എനർജിയാണ്, പോസിറ്റീവ് എനർജിയാണ്. രാവിലെ എണീച്ച് ഈശ്വരനെ മനസ്സറിഞ്ഞ് വിളിക്കുക. എല്ലാ കാര്യങ്ങൾക്കും ഈശ്വരനോട് നന്ദി പറയുക. ഭഗവാനെ, എനിക്ക് രാവിലെ കുളിക്കാൻ കഴിഞ്ഞതിന് നന്ദി. ഞാൻ പറഞ്ഞില്ലേ, വർഷങ്ങളായിട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് പച്ചവെള്ളത്തിൽ രാവിലെ എത്ര തണുപ്പാണെങ്കിലും എനിക്ക് കുളിക്കാൻ കഴിയുന്നു. അതൊക്കെ എൻ്റെ കണ്ണൻ, എൻ്റെ ഗുരുവായൂരപ്പൻ എനിക്ക് തന്ന അനുഗ്രഹമാണ്. ഞാൻ അദ്ദേഹത്തെ എപ്പോഴും വിളിക്കും. അദ്ദേഹം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ആര് നമ്മളെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളെ ആ ഒരു ശക്തി കളയത്തില്ല. എപ്പോഴും ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം നമ്മളെപ്പോഴും വിളിച്ചു. ഓടിയുണ്ട്, നമ്മുടെ അടുത്തുണ്ട്. എപ്പോഴും നമുക്ക് ആ സാന്നിധ്യം അറിയാൻ കഴിയും. നമുക്ക് എന്തൊരു പ്രതിസന്ധി, എന്തൊരു വിഷമം പിടിച്ച അവസ്ഥ വന്നെന്ന് പറഞ്ഞാലും നമ്മളെ ബാധിക്കത്തേ ഇല്ല. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും രാവിലെ എണീക്കുക, ഞാൻ ചെയ്തതുപോലെ മെഡിറ്റേഷൻ ചെയ്യുക. ഈ വീഡിയോ തള്ളിക്കളയരുത്. നമ്മൾ എപ്പോഴും ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണെന്നേ, നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയാണെന്നേ. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കണം, റിസൾട്ട് കിട്ടും, 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ രാവിലെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ ഈ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.